പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് RC ആണെന്ന്. 3 തവണ MP-യും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്ന RCയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുവാനായി മോദിജി നേരിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. അതും ഇലക്ഷന് വെറും 35 ദിവസം മാത്രം ബാക്കി നിൽക്കെ. അത്രയും ചെറിയ സമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് വളരെ വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ നമ്മുടെ RCക്ക് സാധിച്ചു എന്നതാണ് സത്യം. പക്ഷെ അന്ന് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ പിന്നീട് തിരിച്ചു വണ്ടി കയറുകയല്ല RC ചെയ്തത്. അദ്ദേഹം കേരളം വിട്ടു പോയില്ല എന്ന് മാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയും തന്റെ പ്രവർത്തനങ്ങളിലൂടെ കേരള ജനതയ്ക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. RCയുടെ നേതൃത്വത്തിൽ BJPക്ക് ഉണ്ടായത് മിന്നുന്ന വിജയങ്ങളായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനും 3 നിയമസഭാ സീറ്റുകളും BJP സ്വന്തമാക്കി. RCയുടെ നാവിൽ ഒരേയൊരു മന്ത്രമേ ഉള്ളൂ, അത് വികസനമാണ്. ആ മന്ത്രമാണ് നേമത്തെ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചത്. വികസനം എന്നാൽ എന്താണെന്ന് ഇനി RC നേമത്ത് കാണിച്ചു തരും. അതുപോലെ കേരളം മുഴുവൻ വികസന മന്ത്രം മുഴങ്ങാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ഈ നിയമസഭാ ഇലക്ഷൻ ഫലം ഓർമ്മിപ്പിക്കുന്നു.